ഇടത് മുഖ്യമന്ത്രിമാർക്ക് എല്ലാ കാലത്തും പാർട്ടി അഭിപ്രായമായിരുന്നു എല്ലാം. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോൾ അത്തരം കീഴ്വഴക്കങ്ങളെല്ലാം മാറിമറിഞ്ഞു. പാർട്ടിക്ക് മുകളിൽ അദ്ദേഹം വളർന്നു. വ്യക്തിപൂജയും ആരാധനയും ശീലമില്ലാത്ത CPM-ന് അതും ശീലിക്കേണ്ടി വന്നു. അത്ര കണ്ട് അധികായനായ ഒരു നേതാവിനെ തിരുത്തുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമായി മാറുകയും ചെയ്തു. ഇടത് സർക്കാർ അധികാരത്തിലേറി 10 വർഷം പിന്നിട്ടിട്ടും ഇത്തരമൊരു തിരുത്തലിലേക്ക് പാർട്ടി മുതിരാതിരുന്നത് ഇതേ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ തിരുത്തൽ അനിവാര്യമായിരിക്കുകയാണ്. പക്ഷേ നേരിട്ട് പറയാനും വയ്യ. അതുകൊണ്ടാണ് പിണറായിക്കെതിരെ ഒരു ഒളിപ്പോരിന് CPM തയ്യാറെടുത്തത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും അദ്ദേഹം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയും പിടിച്ചുകുലുക്കിയ PV അൻവറിന്റെ തുറന്നു പറച്ചിലിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്നതിന് ഇതോടെ വ്യക്തത വരികയാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയാണ് PV അൻവറിന്റെ ടാർഗറ്റ് എന്നാണ് പുറത്തുവരുന്ന സൂചന. ഈ നീക്കത്തിനുള്ള പിന്തുണ എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് കൂടി വ്യക്തമാക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ. മാത്രമല്ല P ശശിയെ എന്തിന് അൻവർ ടാർഗറ്റ് ചെയ്യണമെന്നും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷവും CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ടതിന് ശേഷവും PV അൻവർ നടത്തിയ പ്രതികരണങ്ങളാണ് അതിന്റെ ഏറ്റവും നല്ല തെളിവുകൾ. മുഖ്യമന്ത്രിയെ കണ്ട് പുറത്തിറങ്ങിയ അൻവർ MLA ഹോസ്റ്റലിന് മുന്നിൽ വെച്ച് നൽകിയ പ്രതികരണത്തിന്റെ സമരസപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് നൽകിയത്. എന്നാൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ കണ്ട് പുറത്തിറങ്ങിയ PV അൻവർ പോരാട്ടം തുടരുമെന്നതിന്റെ കൃത്യമായ സൂചനയാണ് പ്രകടമാക്കിയത്. മാത്രമല്ല തന്റെ പരാതിയിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്ത തരത്തിലുള്ള അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തു. പരാതി അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക സംഘത്തിനെ അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരെ കുത്തിനിറച്ചതിനെ പരിഹസിക്കാൻ ഹെഡ്മാസ്റ്റർ പ്യൂൺ ഉദാഹരണം നിരത്തുകൂടി ചെയ്തതോടെ അമർഷം കൂടുതൽ വെളിവാക്കപ്പെടുകയാണ്. പോലീസിലെ ഇത്തരം വിരുദ്ധന്മാരെയും അതിന് സംരക്ഷണ കവചം ഒരുക്കുന്നവരെയും തുറന്നു കാട്ടുന്നതിന് പിന്തുണ കിട്ടുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനിൽ നിന്നാണ് എന്നാണ് ഇതെല്ലാം തന്നെ വ്യക്തമാക്കി തരുന്നത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയാണ് ഇവരുടെ ഉന്നമെന്നും ഇതോടെ പുറത്തുവരികയാണ്. P ശശിയെ മാറ്റാനുള്ള കൊട്ടാര വിപ്ലവമാണ് CPM-ലെ ഒരു വിഭാഗം നേതാക്കളുടെ ആശീർവാദത്തോടെ അൻവർ നടത്തുന്നത് എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഇവിടെയാണ് P ശശിയെ എന്തിന് ടാർഗറ്റ് ചെയ്യണം എന്ന ചോദ്യവും പ്രസക്തമാകുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന നിലയിൽ P ശശിയുടെ പ്രവർത്തനത്തിന് എതിരെ CPM സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ വലിയ എതിർപ്പുകളുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിലും ജില്ലാ കമ്മിറ്റിയിലും ശശിക്കും പോലീസ് ഭരണത്തിനുമെതിരെ കടുത്ത വിമർശനം ഉയർന്നിരുന്നു. കാര്യങ്ങൾ ഇത്രയൊക്കെയായിട്ടും ഒരു തിരുത്തൽ നടപടിക്കും മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഇതാണ് പാർട്ടി ക്യാമ്പിലെ സ്വതന്ത്രരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ നീക്കത്തിന് പ്രേരണയായത് എന്നാണ് രാഷ്ട്രീയ ഉപശാലകളിലെ വർത്തമാനം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ മുതൽ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ വരെ അൻവർ നടത്തുന്ന നീക്കങ്ങളെ രഹസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത്. അജിത്തിനെ മാറ്റിയാൽ അത് അൻവറിന്റെയും അദ്ദേഹത്തിന്റെ പിന്തുണയ്ക്കുന്നവരുടെയും വിജയകരമായി വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെയൊരു താരപദവി അൻവറിന് ലഭിക്കാൻ കാരണഭൂതനാകേണ്ടെന്ന് മുഖ്യമന്ത്രി കരുതുന്നു എന്നാണ് നിലവിലെ സൂചന. എന്നാൽ MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തതിൽ CPM നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. MV ഗോവിന്ദനുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തുന്നതിലുള്ള അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് PV അൻവർ പ്രതികരിച്ചത് എന്നാണ് സൂചന. PV അൻവർ നടത്തുന്ന നീക്കം മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശീസ്സുകളോടെയാണെന്ന മറ്റൊരു പ്രചാരണവും ഇപ്പോൾ ശക്തമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പോലീസ് തലപ്പത്തെയും ശുദ്ധീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി അൻവറിനെ കളത്തിലിറക്കിയതെന്നായി മാറി. ഇത്തരമൊരു വാദമാണ് ഇപ്പോൾ മുൻപന്തിയിലുള്ളത്. മറ്റൊന്ന്, മുഖ്യമന്ത്രിയുടെ മരുമകനും ടൂറിസം മരാമത്ത് മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്നതാണ് പുതിയ ഭാഷ്യം. MLA-മാരായ PV അൻവറും ഡോക്ടർ KT ജലീലും മുൻ MLA കാരാട്ട് റസാഖും ഒരുമിച്ച് രംഗത്തെത്തിയത് ഇതുകൊണ്ടാണെന്നും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരായ ആരോപണമാണ് ഇത്. അവരെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ADGP-യെയും ഒക്കെ വെച്ച് പല കാര്യങ്ങളും മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ ADGP സ്വന്തം നിലയ്ക്കും പല കാര്യങ്ങൾ ചെയ്യുമെന്നും CPM-ൽ നടക്കുന്ന കൊട്ടാര വിപ്ലവത്തിന്റെ ബാക്കിപത്രമാണ് PV അൻവർ എന്നുമെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പിന്നിൽ CPM-ലെ തന്നെ ചില നേതാക്കളാണെന്നും BJP-യുടെ നേതാവായ B ഗോപാലകൃഷ്ണനും അഭിപ്രായപ്പെട്ടു. വിഭാഗീയ ചായയുള്ള ഇത്തരം വാദങ്ങൾ പ്രത്യേക ലക്ഷ്യം തേടിയുള്ളതാണ് എന്ന സംശയവുമുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താത്തത് മുഖ്യമന്ത്രിയുടെ വാശിയും ഈഗോയുമാണെന്ന പ്രചാരണവും ഇതോടൊപ്പം തന്നെ ശക്തമാണ്.